ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജൂലൈ 20 നടക്കുന്ന ദേവസ്വം ബോർഡ് LGS ലെവലിലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ഥാർ മരുഭൂമി. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഓപ്ഷൻ എ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല? ഓപ്ഷൻ ബി വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത്? ഓപ്ഷൻ എ ടൗട്ടെ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 1, 4. ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ സി കണ്ണൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2. പമ്പ, കക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി താലൂക്ക്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നവയാണ് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഓപ്ഷൻ എ 1, 2, 3. PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ പെരിയാർ. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. ഓപ്ഷൻ എ കാസർഗോഡ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എറണാകുളം, വയനാട്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല വയനാട്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി മിനിമോൾ എബ്രഹാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ ഇരവി പേരൂർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻ ബി ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രേമാശ്രമം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അരുണ അസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് 2023 അനുസരിച്ച് രാധാകൃഷ്ണ മാത്തൂർ എന്നാണ്. ഇപ്പോൾ നിലവിൽ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയാണ്. അതോർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത.
ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. ഓപ്ഷൻ ഡി 1930, 1931, 1932. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്, അതോർത്തു വയ്ക്കുക. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഓപ്ഷൻ ബി കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ഓപ്ഷൻ ഡി അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 2ഉം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കുന്ന പ്രസ്താവനകളാണ്: ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നൊരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു, നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. ഗാന്ധിജി മുന്നോട്ട് വച്ച നൈതാലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ എ 1 മാത്രം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഗാന്ധിജി മുന്നോട്ട് വച്ച നൈതാലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമുള്ളവയാണ്: വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 2ഉം 3ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 2ഉം 3ഉം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 മാത്രം. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1985 RRB റീജിയണൽ റൂറൽ ബാങ്ക് രൂപീകൃതമായത് 1975 അതോർത്ത് വയ്ക്കുക. RRB റീജിയണൽ റൂറൽ ബാങ്ക് രൂപീകൃതമായത് 1975. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായതാണ് 1935 RBI, 1982 നബാർഡ്, 1955 SBI. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്? ഓപ്ഷൻ ബി നവ ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? ഓപ്ഷൻ സി സുമൻ ബെറി.
കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ ബി മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്. ഓപ്ഷൻ സി തളിര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാനായി കളിക്കുന്ന കളിക്കാരൻ ആര്? ഓപ്ഷൻ ഡി കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം. ഓപ്ഷൻ എ 1952. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര്. ഓപ്ഷൻ ഡി വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഓപ്ഷൻ ബി ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ സി ഹരിഹരൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഹരിയാന. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി റോം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. അതോർത്ത് വയ്ക്കുക. 2025 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. ഓപ്ഷൻ ബി ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ നിശാന്തത. സങ്കരയിനം തക്കാളി ഏത്? ഓപ്ഷൻ ഡി മുക്തി. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഓപ്ഷൻ സി തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. ഓപ്ഷൻ എ കോവാക്സിൻ. നിപ രോഗത്തിന് കാരണമായ ജീവി. ഓപ്ഷൻ സി വൈറസ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. ഓപ്ഷൻ സി വികിരണം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഓപ്ഷൻ ബി 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ എ ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ ബി കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ്. ഓപ്ഷൻ സി ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി മൈക്കൽ കൊളിൻസ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കൊറോണ വൈറസ്. നിലവിൽ കേരള ആരോഗ്യമന്ത്രി. ഓപ്ഷൻ സി വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ സി വൈറസ്. ലോക ജനസംഖ്യാ ദിനം. ഓപ്ഷൻ ഡി ജൂലൈ 11. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ജനീവ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ ക്യാൻസർ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ ബി വില്ലൻ ചുമ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകീനം ഏത്? ഓപ്ഷൻ സി ഈഡിസ്. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം. ഓപ്ഷൻ ബി 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി 1000. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ഓപ്ഷൻ സി വയറിളക്ക രോഗങ്ങൾ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി പൂനെ. മെലിഞ്ഞ രോഗം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം. ഓപ്ഷൻ ഡി എയ്ഡ്സ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. ഓപ്ഷൻ സി 2010. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്